ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രി, അതായത് ബുധനാഴ്ച പുലർച്ചെ 12:30 ഒരു കളി വരുന്നുണ്ട്, സെനഗൽ വേഴ്സസ് ഫ്രാൻസ്. ഈ കളിയെപ്പറ്റി കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് വലിയൊരു ചരിത്രം ഓർമ്മ വരുന്നുണ്ടാവും. ഈ ചിത്രം നോക്കൂ. ആഫ്രിക്കയിൽ നിന്നുള്ള കുട്ടികൾ ഫ്രാൻസ് വേഴ്സസ് സെനഗൽ കാണുന്ന ഒരു ഛായാചിത്രമാണ്. ഇതുപോലെയൊരു ചിത്രം പണ്ട് 90s നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അന്ന് ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് ലോകകപ്പ് കളിക്കാൻ എത്തുന്നു. ഏഷ്യയിലാണ് കളി. കൊറിയയിൽ നടക്കുന്ന ലോകകപ്പിൻ്റെ പ്രദർശന മത്സരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാവുന്നു. അതികായന്മാരായ ഫ്രഞ്ച് പട ഒരു സൈഡിലുണ്ട്. അറിയാമല്ലോ, അന്നത്തെ ഫ്രഞ്ച് നിര ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളൊന്നായിരുന്നു. എത്ര കായികക്ഷമതയുള്ള ടീമിനെയും തളർത്താൻ അറിയുന്ന മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന കളിക്കാർ കൂടിയായിരുന്നു. ഗോൾ കീപ്പറായ ഫാബിയൻ ബാർത്തസ് ഓർമ്മയുണ്ടാവും. മൊട്ടയുള്ളൊരു കളിക്കാരൻ, എപ്പോഴും അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന, ടീമിനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്നൊരു കളിക്കാരൻ. ഡിഫൻഡർമായ ലിലിയൻ ടുറാം, മാസെ ഡിസൈ, പാട്രിക് വിയേറ, ഫ്രാങ്ക് ലിബോഫ്, ഇമ്മാനുവൽ പെറ്റിറ്റ്, സ്ട്രൈക്കർമാരായ തിയറി ഹെൻറി. അന്ന് ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു കളിക്കാരനായിരുന്നു തിയറി ഹെൻറി. ഡേവിഡ് ട്രെസഗെ തുടങ്ങിയ വൻ നിരയായിരുന്നു ഫ്രാൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. സിദാൻ പരിക്കിലാണ്. ആദ്യ കളി ആയതിനാൽ സിദാൻ ബെഞ്ചിലിരിക്കുന്നു. അപ്പുറത്ത് സെനഗൽ എന്നൊരു ആഫ്രിക്കൻ ടീം ആദ്യമാണ് ലോകകപ്പ് കളിക്കുന്നത്. കുറച്ച് കളിക്കാർ ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്നുണ്ട്. ആയതിനാൽ ഫ്രഞ്ച് ടീമിൻ്റെ ബി ടീം എന്ന് പരിഹസിക്കപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് പലർക്കും കളിക്കാരുടെ പേര് അറിഞ്ഞിരുന്നില്ല. കളി തുടങ്ങുന്നു. ഫ്രാൻസ് മികച്ച രീതിയിൽ കളിച്ചു തുടങ്ങുന്നു. പക്ഷേ പന്ത് നഷ്ടപ്പെടുമ്പോഴെല്ലാം വേറെങ്ങും കാണാത്ത രീതിയിൽ വല്ലാത്തൊരു കൗണ്ടർ അറ്റാക്കിംഗ് നടക്കുന്നുണ്ട്. പന്തുകൾ നീട്ടിയടിക്കുന്നു, കളക്ട് ചെയ്യുന്നു. ഫ്രണ്ടിലുള്ള എൽഹാജി ദിയൂഫ് എന്ന കളിക്കാരൻ ഒരുപാട് കളിക്കാർ ഡ്രിബിൾ ചെയ്യുകയും അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ നടക്കുന്നു. കളി നടക്കുന്നതിനിടയിൽ ഫ്രാൻസിന് പന്ത് നഷ്ടമാവുന്നു. സെനഗൽ ടീം മികച്ച രീതിയിൽ ചിതറിയോടി ഒരു കൗണ്ടർ അറ്റാക്കിംഗ് നടത്തുന്നു. എൽഹാജി ദിയൂഫിലേക്ക് പന്തെത്തുന്നു. അദ്ദേഹം ബോക്സിലേക്ക് കയറുന്നു. പിന്നീട് പിന്നാലെ വന്ന പാപ്പ ദിയൂഫ് വളരെ സമർത്ഥമായി ഏറെ മിനക്കെട്ട് പന്ത് ഗോളിലെത്തിക്കുന്നു. അവിടെ നിന്നങ്ങോട്ട് ഫ്രാൻസ് നിരന്തരം അറ്റാക്കുകൾ നടത്തി. പക്ഷേ ആലിയോ സിസെ എന്ന ക്യാപ്റ്റൻ്റെ ചിറകിലേറി സെനഗൽ ടീം മികച്ചൊരു ഡിഫൻസിൻ്റെ സിംഹക്കോട്ട തന്നെ പണിതിരുന്നു. ഈ കളി കഴിയുമ്പോഴേക്ക് ഒരു പിടി സെനഗൽ താരങ്ങളുടെ പേരുകൾ ലോക ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരുന്നു. ടോണി സിൽവ, ഉമർ ദഫ്, സാലിഫ് ദിയാവോ, ആലിയോ സിസെ, ഖലീലു ഫദീഗ, അൽഹാജി ദിയൂഫ്, പാപ്പ ദിയൂപ്പെ, അങ്ങനെ നിരവധി പേരുകൾ. സെനഗൽ കളിക്കാരുടെ നൃത്തം, ആരാധകരുടെ ആവേശം, തകർന്നടിഞ്ഞ ഫ്രഞ്ച് താരങ്ങൾ, ഇവയൊക്കെയായിരുന്നു ആ കളിയുടെ ബാക്കിപത്രം. വിശ്വവിജയികളായ ഫ്രാൻസിനെ അട്ടിമറിച്ച് സെനഗൽ ചരിത്രം കുറിച്ചു. ആ ലോകകപ്പിൽ ഫ്രാൻസ് ഒരു ഗോൾ പോലും നേടാനാകാതെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായപ്പോൾ സെനഗൽ ക്വാർട്ടർ ഫൈനൽ വരെ കുതിച്ചുയർന്നു. ഫുട്ബോളിൽ പേരിനോ പ്രശസ്തിക്കോ സ്ഥാനമില്ലെന്നും കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് കൊമ്പന്മാരെയും വീഴ്ത്താമെന്ന് തെളിയിച്ച മത്സരമായിരുന്നു സെനഗൽ വേഴ്സസ് ഫ്രാൻസ് പോരാട്ടം. 2026 അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഫ്രാൻസ് തന്നെയാണ് ശക്തർ. അറിയാമല്ലോ, അത്രയധികം താരനിരയുണ്ട്. മികച്ചൊരു കോച്ചും ദശാംസ്. അദ്ദേഹം നന്നായി ബുദ്ധി ഉപയോഗിക്കുന്നൊരു കോച്ച് കൂടിയിട്ടാണ്. ഏത് ചെറിയ ടീമിനെയും വില കുറച്ച് കാണാതെ സ്കോർ ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും അറിയാം. ഫോർമേഷനുകൾ മാറ്റി കളിക്കാനും അറിയാം. മിക്കവാറും 4-2-3-1 തന്നെയായിരിക്കും അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഡിഫൻസിൽ കോണ്ടെ, ഉപമെൻകാവോ, സാലിബ പോലുള്ളവരുണ്ട്. മുൻനിരയിൽ ഓഫ് കോഴ്സ് എംബാപ്പെ, അതുപോലെ ഡെംബെലെ, ടോയെ, ഒലീസെ മികച്ച ഫോമിലാണ്. ഇവരെന്തായാലും ചിലപ്പോൾ ഫസ്റ്റ് ലൈനപ്പിൽ ഉണ്ടാവും. ഭാഗ്യത്തിന് വിട്ടീഞ്ഞ ടീമിലില്ല. വിട്ടീഞ്ഞ പോർച്ചുഗീസുകാരനായിപ്പോയി. കാരണം ഡെംബെലെയും ഡോവെയും PSG നിറഞ്ഞു കളിക്കുന്നത് വിട്ടീഞ്ഞയുടെ മികച്ചൊരു സപ്പോർട്ട് കൂടിയാണ്. അദ്ദേഹം ഫ്രഞ്ചുകാരനായിരുന്നെങ്കിൽ മിക്കവാറും ഫ്രാൻസിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. മിഡ്ഫീൽഡിൽ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കും ദശാംസ് കളിക്കുക. അദ്ദേഹത്തിന് ഡിഫൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്. കാൻഡെ ടീമിലെടുത്തിട്ടുണ്ട്. കളിപ്പിക്കുമോ എന്ന് അറിയില്ല. മിക്കവാറും റാബിയോറ്റ്, ടച്ചോമിനി പോലുള്ളവർക്ക് ആ ഡ്യൂട്ടി കൂടി ചെയ്യേണ്ടി വരും. ഫ്രാൻസ് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. സെനഗൽ ടീമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അറിയാമല്ലോ, ശക്തരായ ടീമാണ്. കഴിഞ്ഞ അഫ്കോൺ ചാമ്പ്യൻഷിപ്പിൽ ശക്തരായ മൊറോക്കോയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായവരാണ്. പക്ഷേ റഫറിങ്ങിൽ പ്രതിഷേധിച്ച് കളിക്കളം വിട്ടതിൻ്റെ പേരിൽ ആ ട്രോഫി പിന്നീട് മൊറോക്കോക്ക് തിരിച്ചു നൽകുകയായിരുന്നു. മുൻനിരയിൽ കളിക്കുന്ന സാദിയോ മാനെയാണ് മെയിൻ താരം. അറിയാമല്ലോ, ലിവർപൂൾ കളി കാണുന്നവർക്കറിയാം. അത്രയധികം ലിവർപൂളിന് വേണ്ടി കളിച്ച ഒരു കളിക്കാരനാണ്. സലാ, മാനെ, ഫിർമീനോ, അവർ ത്രയം അതിലെ മെയിൻ കഥാപാത്രമായിരുന്നു ക്ലോപ്പിൻ്റെ. കൂടെ ജാക്സൺ ഉണ്ട്. ജാക്സൺ നിരവധി ചാൻസുകൾ കളയാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഫ്രണ്ട് നിരയിൽ എപ്പോഴും ഉണ്ടാകും.
ഡിഫൻസിൽ കോലിബലി, ഗോൾ കീപ്പർ മെൻഡി, അതുപോലെ ഗൊയെ, ഇസ്മായിൽ സാർ, അങ്ങനെ നിരവധി എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരും സെനഗലിലുണ്ട്. ഫ്രാൻസ് സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഫ്രാൻസിന് പണിയാകാൻ സാധ്യതയുണ്ട്.